ബീഫ് കഴിക്കുകയാണെങ്കിൽ നല്ല എരിവോട് കൂടി കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ? അവർക്ക് പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വരട്ടി എടുത്തിട്ടുള്ള ബീഫ് ഡ്രൈ റോസ്റ്റാണ് കാണിക്കുന്നത്. 3/4 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, 8-10 ചെറിയുള്ളി സ്ലൈസ് ചെയ്തെടുത്തതും, 2 അല്ലി കറിവേപ്പില, ഉപ്പ്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം അങ്ങനെ ഇട്ട് കൊടുക്കുക. പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ ചേർത്ത് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുക്കറിൽ അടി പിടിക്കുന്നുള്ളൊരു പേടിക്ക് വേണ്ടി മാത്രം കേട്ടോ. കുറച്ച് ഒരു 1/4 കപ്പ് 1/2 കപ്പിൻ്റെ അടുത്ത് മതി കേട്ടോ വെള്ളം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കൊരു 5-6 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ബീഫിൻ്റെ വേവിനനുസരിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഓരോ ബീഫിനും ചില ബീഫ് പെട്ടെന്ന് വെന്ത് കിട്ടില്ല. അപ്പോൾ അങ്ങനെ അതിൽ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 മുറി തേങ്ങ ഞാൻ ഇതുപോലെ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, അത് ഞാൻ ആദ്യം 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു തേങ്ങാക്കൊത്തിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണും കൂടിയും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വരണം. ഇപ്പോൾ ഒരു ചെറിയൊരു മസാല പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. പിന്നെ കുറച്ച് 2 അല്ലി കൂടെ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി എടുക്കാമെന്നുണ്ടെങ്കിൽ. ബീഫൊക്കെ നിങ്ങളുടെ കയ്യിൽ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ തേങ്ങാക്കൊത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. തേങ്ങാക്കൊത്ത് എത്ര ഉണ്ടോ അത്രയും എനിക്കിഷ്ടമാണ്. ഈ ഒരു ബീഫിലേക്ക് തേങ്ങാക്കൊത്ത് കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടാണ് നമ്മുടെ പേജ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഇൻഷാല്ലാ പുതിയ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്